ഹലോ കുട്ടീസ്, അപ്പോൾ നമ്മൾ ഇന്നൊരു യാത്രയിലാട്ടോ. അതെ, ചേച്ചിയുണ്ട്, അപ്പുണ്ട്, സുഖച്ചനുണ്ട്, കണ്ണൻചേട്ടനുണ്ട്, പിന്നെ ഞാനുണ്ട്. ഇനി 3 പേരും കൂടി കയറാനുണ്ട്. ആ 3 പേരാണ് ദേ ഇത് കേട്ടോ, മാഡിയും സിബിയും പാറും. മിന്നൽ വാള അങ്ങനെ ഇരുന്നിരുന്ന് ഞങ്ങളുടെ സ്ഥലം എത്തിയിട്ടോ. അതെ, വീടൊക്കെ അലങ്കരിച്ച് നല്ല സൂപ്പർ ആക്കിയിട്ടുണ്ട്. ഈ അലങ്കാരമൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു പിടി കിട്ടിയിട്ടുണ്ടാവും. അതെ, ഞങ്ങളുടെ ചേട്ടൻ്റെ കല്യാണമാണ്. അപ്പോൾ അതിനുള്ള പുടവെടുക്കലിന് വേണ്ടി പോകാനായിട്ട് ഞങ്ങൾ വന്നേക്കാട്ടോ. അപ്പോൾ ഇതിൻ്റെ വെല്ലിച്ചിനൊക്കെ അവിടെ ഉണ്ടായി. ചെന്ന വഴി അല്ലുവിനെ പാറു കയ്യിലാക്കിയിട്ടോ. പൊന്നൊരു വികാരമില്ലല്ലോ. അപ്പൊ ഈ വരുന്നതാട്ടോ നമ്മുടെ കല്യാണ ചെക്കൻ. ചേട്ടനിവിടെ കഴിക്കാണ്. ചേട്ടൻ ഹലോ ചിലമിച്ചി, മേക്കപ്പ് ഞാൻ തിരക്കേത് നിൽക്കണം. പാകും തത്തൽ പടേശി പോലെ. ചേച്ചിക്ക് റാണി ചേച്ചിക്കുള്ള പെട്ടി ശരിയാക്കണം. വാ അങ്ങനെ ഇവിടെ എല്ലാവരെയും റെഡിയാക്കി ഞങ്ങൾ പോകാൻ നിൽക്കാം കേട്ടോ. ഞങ്ങൾ പെങ്ങന്മാരെല്ലാവരും കൂടിയായിട്ട് ഡ്രസ്സ് കൊടുക്കാനായിട്ട് പോണത്. ഒരാൾ മിസ്സിങ് ആണ്, ഗൗരി. അവൾക്ക് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് അവളെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ട് പോകാൻ നിൽക്കാം കേട്ടോ. പോണതിന് മുന്നേ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതേ കാണിച്ചു തരാട്ടോ നിങ്ങളെ. ഇത്രയും വരാറുന്നു കേട്ടോ. അതേ ഒരു വണ്ടിയിലുണ്ടായിരുന്നു. ഇനി ചേട്ടനും ചേച്ചിയും വേറെ കാറിലായിരുന്നു. ഈ നിൽക്കുന്ന കേട്ടോ റാണി ചേച്ചിയുടെ ചേട്ടനും ചേട്ടൻ്റെ ഭാര്യയും. ഇനി പുടവടക്കൽ പരിപാടികളൊക്കെ ഞാൻ അകത്ത് കയറിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നിങ്ങൾ പറഞ്ഞിടും. ഫോട്ടോ എടുത്തോ, നീ എടുത്തോ. സ്റ്റാർട്ട്. ദിപിൻ ചേട്ടൻ കൊടുത്തോ. വാങ്ങിച്ചോ. എടുത്തിട്ട്
ഓക്കെ ദിവ്യയുടെ കുറച്ച് ലെഫ്റ്റോട്ട് വരാമോ? ആ ഓക്കെ ഓക്കെ. അടിപൊളി അടിപൊളി. ഞങ്ങളെ മുൻപിടിപ്പിക്കൊന്നുമില്ല. ബാബു അയ്യേ പാറു കാണിക്കുന്നത് കാണണോ? വീഡിയോയിൽ കാണിച്ചിട്ടാ. സെബി നിന്റെ കാര്യല്ല അങ്ങനെ എങ്ങനെയാണ് പാറു പാറു എങ്ങനെയാണ്? നമ്മൾ ഒരേ ഹൈറ്റ് ആയിട്ട് ചോര പോലെ ഗ്രീഷ്മ ചേച്ചി ചോ അതെ മതി. ബൈ ബൈ.
അങ്ങനെ പുടവടക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പോകുന്നു കേട്ടോ. ഇനി വൈകിട്ട് തലേദിവസത്തെ പരിപാടികളാണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ബൈ.